Hello everyone, welcome to Literature Chart. ലേഡി മേരി ഓഡ്ലി മൊണ്ടേഗുവിൻ്റെ ദ ലവർ എ ബാലാഡ് എന്നൊരു ഷോർട്ട് പോമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പോയിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 18th സെഞ്ച്വറിയിലെ ഒരു മൈനർ റൈറ്ററാണ് ഈ മേരി ഓഡ്ലി മൊണ്ടേഗു എന്ന് പറയുന്നത്. ഒരു പോയറ്റും റൈറ്ററും അതുപോലെ തന്നെ ഒരു എപ്പിസ്റ്റോളറി റൈറ്ററും കൂടെയാണ്. എപ്പിസ്റ്റോളറി റൈറ്റർ എന്ന് പറഞ്ഞാൽ ഈ ലെറ്റർ ഫോമിൽ എഴുതുന്നതിനാണ് നമ്മൾ എപ്പിസ്റ്റോളറി റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊരു മൈനർ റൈറ്റർ ആണെങ്കിലും ഇവർ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് 18th സെഞ്ച്വറിയിൽ തന്നെ ഒരുപാട് ഫെമിനിസ്റ്റ് കൺസേൺസ് കാണിക്കുകയും ആ ഫെമിനിസ്റ്റ് കൺസേൺ തൻ്റെ റൈറ്റിങ്ങിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള ഒരു റൈറ്ററാണ് ഈ മൊണ്ടേഗു എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈവൻതോ അവരൊരു മൈനർ റൈറ്റർ ആണെങ്കിലും അവരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ പോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ ലവർ എ ബലാഡ് എന്ന് പറയുന്ന ഈ പോം 1747 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 8 ലൈൻസ് വരുന്ന 6 സ്റ്റാൻസാസ് ആണ് ഈ പോമിനകത്തുള്ളത്. അയാംബിക് ടെട്രാമീറ്ററിലാണ് ഈ ഒരു പോം കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ പോമിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് 18th സെഞ്ച്വറിയാണ്. അപ്പോൾ ഈ 18th സെഞ്ച്വറിയിൽ ഒരു ജെൻഡർ നോംസ് എന്ന് പറയുന്നത് സ്ത്രീകൾ, വിമൻ എന്ന് പറയുന്നത് ദേ ആർ എക്സ്പെക്റ്റഡ് ടു സെർവ് ദ ഫാമിലി ഓർ ദെയർ ഹസ്ബൻഡ്സ് ഓൺലി. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളും ഹസ്ബൻഡ് കാര്യങ്ങളും കുഞ്ഞുങ്ങളെ നോക്കുന്നത് മാത്രമാണ് സ്ത്രീകളുടെ ഡ്യൂട്ടി എന്നാണ് 18th സെഞ്ച്വറിയിലുള്ള ആൾക്കാരുടെ ഒരു ചിന്താഗതിയായെന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ ഒപ്പമുള്ള റൈറ്റ്സ് കൊടുക്കാൻ പാടില്ല, ഈക്വലായിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ 18th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ജെൻഡർ നോംസിനെ പറ്റിയിട്ട് നമ്മുടെ പോയിറ്റ് എന്ത് ഫീൽ ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ടാണ് നമുക്ക് ഈ പോമിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ പോം ആദ്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് റൊമാൻറ്റിക് പോമാണെന്നൊക്കെ തോന്നും. പക്ഷേ ഇത് റൊമാൻറ്റിക് പോം അല്ല. ആ സമയത്ത് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റായ വിമനെ പറ്റിയിട്ടാണ്, അതായത് സ്ത്രീകളെ പറ്റിയിട്ടാണ് ഈ പോമിനകത്ത് പറയുന്നത്. അപ്പോൾ 18th സെഞ്ച്വറിയിലുള്ള സ്ത്രീകളുടെ ഒരു മാരേജിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് മെയിനായിട്ട് ഈ പോമിനകത്ത് പോയിട്ട് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ പോയിറ്റിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിലുള്ള ഒരു ഐഡിയൽ ലവർ അല്ലെങ്കിൽ പോയിറ്റിൻ്റെ എക്സ്പെക്റ്റേഷനിലുള്ള ഒരു ഐഡിയൽ പാർട്ട്ണർ എങ്ങനെ ആയിരിക്കണം എന്നാണ് പോയിറ്റിൻ്റെ എക്സ്പെക്റ്റേഷനാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ആയിരിക്കണം എന്നതിനെ പറ്റിയിട്ടാണ് ഈ പോമിനകത്ത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോമിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ നമ്മുടെ പോയിറ്റ് പറയുന്നുണ്ട്, ആ സമയത്ത് ഒരുപാട് സ്ത്രീകളെ പോലെ തന്നെ നമ്മുടെ പോയിറ്റും അൺമാരീഡ് ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണ് പോയിട്ട് പറയുന്നത് പോയിറ്റിൻ്റെ പാർട്ട്ണർ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പോയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ട് അടുത്തതായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ പോയിറ്റിന് ഒരു ലവറിനെ വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ആ ലവറിന് വേണ്ടിയിട്ട് അവളെ തന്നെ അടിയറവ് വയ്ക്കാനായിട്ട് തയ്യാറല്ല എന്ന് പറയുന്നുണ്ട്. ഷീ വോൺസ് എ ലവർ ബട്ട് ഷീ ഈസ് അൺവില്ലിംഗ് ടു ഗീവ് ഹെർ സെൽഫ് ടു ഹിം. അപ്പോൾ പൂർണ്ണമായിട്ടും അയാളുടെ കാര്യങ്ങൾ മാത്രം നോക്കി അയാളുടെ ഹൗസ് ഹോൾഡ് വർക്ക്സ് മാത്രം ചെയ്ത് അങ്ങനെ ജീവിക്കാനായിട്ട് പോയിട്ട് ആഗ്രഹിക്കുന്നില്ല. അവൾക്ക് അവളുടെ സെൽഫിൽ തന്നെ നിൽക്കാനായിട്ടാണ് പോയിട്ട് കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത്. പാർട്ട്ണർ കൂടെ ഒരു ലവർ ഉണ്ടാകുമ്പോഴത്തേക്കും അവൾക്കറിയാം ഒരുപാട് കെയറും അല്ലെങ്കിൽ കുറച്ചുകൂടെ അറ്റൻഷനും കുറച്ചുകൂടെ ഒരു പാർട്ട്ണർഷിപ്പൊക്കെ ഉണ്ടാകുമെന്നറിയാം. എങ്കിലും പോയിട്ട് പറയുന്നത് ആ ഒരു പാർട്ട്ണർഷിപ്പിനേക്കാളും കൂടുതൽ കെയറിനേക്കാളും കൂടുതൽ പോയിട്ട് ആഗ്രഹിക്കുന്നത് ലവ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോയിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ ഓൾ ഷീ നീഡ്സ് ഈസ് ലവ് എന്നാണ് പോയിട്ട് ആദ്യം തന്നെ പറയുന്നുണ്ട്. അടുത്തായിട്ട് പോയിട്ട് പറയാണ് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മ്യൂച്വൽ ആയിട്ടുള്ള റെസ്പെക്റ്റും അതുപോലെ തന്നെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കണക്ഷനും ആണെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പോയിട്ട് പറയുന്നുണ്ട് പോയിറ്റും അതുപോലെ തന്നെ അവരുടെ പാർട്ട്ണറും പബ്ലിക്കിലായിരിക്കുമ്പോൾ പോയിറ്റിനെ അവരുടെ മാക്സിമം ഫ്രീഡം എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം കൊടുക്കുന്ന ആളായിരിക്കണം അവരുടെ പാർട്ട്ണർ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ പാർട്ട്ണറിനും അതുപോലുള്ള ഫ്രീഡം എൻജോയ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു സെൽഫ് റെസ്പെക്റ്റോടുകൂടി അവൾക്ക് അവളായി തന്നെ ഇരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുന്നതാവണം അവരുടെ പാർട്ട്ണർ എന്ന് പറയുന്നുണ്ട്. അടുത്തതായിട്ട് പോയിട്ട് പറയുന്നത് അവളുടെ ലവർ പബ്ലിക്കിലായിരിക്കുമ്പോൾ അവളെ റെയറായിട്ടായിരിക്കണം അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ റെയറായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിലും അറ്റ് ദ സെയിം ടൈം അയാളുടെ കണ്ണുകളിൽ എപ്പോഴും അവളോടുള്ള ഒരു പ്രണയം ഉണ്ടായിരിക്കണമെന്ന് അവൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രൈവറ്റ് ടൈമിലായിരിക്കുമ്പോൾ ഇവർ ഷാമ്പെയിൻസും ചിക്കനൊക്കെ വെച്ചിട്ട് അവരുടെ പ്രൈവറ്റ് ടൈം എൻജോയ് ചെയ്യുന്ന ടൈമിൽ ദേ കുഡ് ബി ഫ്രീ ആസ് ദേ വോണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പബ്ലിക് ആയിരിക്കുമ്പോൾ അദ്ദേഹം കുറച്ച് റെയറായിട്ട് അപ്രോച്ച് ചെയ്യുന്നു പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിരിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം ഫ്രീ ആയിരിക്കണോ അത്രത്തോളം ഫ്രീ ആയിരിക്കുക എന്ന് പറയുന്നുണ്ട്. അടുത്ത് പോയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന പറയുന്നത് അവരുടെ ലവർ ഒരു ലേൺഡ് ആയിട്ടുള്ള ഒരു മാൻ, അത്യാവശ്യം നോളജൊക്കെ ഉള്ള ഒരാളായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്ത്രീകളോടും വളരെയധികം പൊളൈറ്റായിട്ട് പെരുമാറുന്ന ഒരു മനുഷ്യനായിരിക്കണം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ പോയിറ്റിൻ്റെ അടുത്ത് ഒരു ലവിങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറും കൂടെ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്.
ഒരു പാർട്ട്ണർ ഒരു പെൺകുട്ടിയെ സോഷ്യൽ അപ്പിയറൻസോ അല്ലെങ്കിൽ അവളുടെ ഒരു സോഷ്യൽ പൊസിഷനോ ഒക്കെ നോക്കാതെ അവളെ ഇമോഷണലി മനസ്സിലാക്കുന്നതും അതുപോലെ തന്നെ അവളുടെ യുണീക്കായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ അക്സെപ്റ്റ് ചെയ്യുന്നതുമായിരിക്കണം എന്നാണ് പോയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അടുത്തതായി പോയിട്ടിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പോയിട്ടിൻ്റെ ലവർ അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് മാത്രമേ ഒരു നല്ല പാർട്ട്ണർ ആവാൻ കഴിയുള്ളൂ എന്നാണ് പോയിട്ട് പറയുന്നത്. ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ അവിടെ ഒരു ഈഗോ ക്ലാഷ് ഇല്ലാതെ അവർക്കൊരു ഇക്വാളിറ്റി ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇക്വാളിറ്റി കിട്ടാനായിട്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം പാർട്ട്ണർ എന്നാണ് പോയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 18th സെഞ്ച്വറിയിൽ നിലനിന്ന ഈ ജെൻഡർ നോംസിനൊക്കെ എതിരായിട്ട് നമ്മുടെ പോയിട്ടിൻ്റെ ഐഡിയൽ ലവറെ അവളെ ഒരു ഇൻഡിവിജ്വലായിട്ട് കൺസിഡർ ചെയ്യുകയും ആ ഒരു ഇൻഡിവിജ്വൽ റെസ്പെക്റ്റ് കൊടുക്കുകയും കൂടാതെ തന്നെ ഒരു ഇൻഡിവിജ്വലായിട്ട് അവളുടെ ഒരു യുണീക്നെസ്സിനെ അക്സെപ്റ്റ് ചെയ്യുകയും വേണമെന്ന് പോയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റാൻസുകളിൽ പോയിട്ട് പറയുന്നത് ഒരു ഗേളിന് അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു മാരേജ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു പെൺകുട്ടിക്ക് അവളുടെ ഇഷ്ടമല്ലാതെ അവളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു സമ്മതമില്ലാതെ അവളൊരു വിവാഹം കഴിപ്പിച്ചു വിടുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന പാർട്ട്ണർഷിപ്പിലെ പ്രശ്നങ്ങൾ, ഇക്വാളിറ്റി ഇല്ലാത്ത പ്രശ്നങ്ങൾ എല്ലാത്തിനെ പറ്റിയിട്ട് പോയിട്ട് പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഇക്വാളിറ്റി ഇല്ലാത്ത ഒരു മാരേജിൽ എപ്പോഴും സ്ത്രീകൾ സ്ലേവ്സ് മാത്രമായിരിക്കുമെന്നും പോയിട്ട് പറയുന്നുണ്ട്. റോമൻ പോയിറ്റായ ഓവിഡ് പറയുന്നത് പോലെ ഹാർഡായിട്ടുള്ള ഒരു ട്രീയെ പോലെയും അതുപോലെ തന്നെ കോൾഡ് ആയിട്ടുള്ള ഒരു റിവറിനെ പോലെയാണ് പെൺകുട്ടികളെന്നും, പക്ഷെ ചീറ്റിംഗ് ഒരിക്കലും പോയിട്ട് അക്സെപ്റ്റ് ചെയ്യില്ല എന്നും പറയുന്നുണ്ട്. കൂടാതെ തന്നെ ചീറ്റിംഗ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല എന്നും പോയിട്ട് പറയുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പിലാവുമ്പോൾ ഈ പാർട്ട്നേഴ്സ് രണ്ടുപേരും പരസ്പരമുള്ള ഫ്ലോസും അതുപോലെ തന്നെ പരസ്പരമുള്ള ഡിസയേഴ്സും ഒക്കെ അക്സെപ്റ്റ് ചെയ്യണമെന്നും, സോ ദാറ്റ് അങ്ങനെ പരസ്പരം അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഒരാൾക്ക് ഒരു ഹെൽപ്പായിട്ട് നിന്നാൽ മാത്രമേ ഒരു ട്രൂ ലവ് എന്ന് പറയുന്നത് അത് ഈവൻ ദോ ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയിട്ട് ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിരുന്നു 18th സെഞ്ച്വറിയിലുള്ള ആ ഒരു കാലഘട്ടത്തിൽ വെച്ചിട്ട് ഈ പോം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെയധികം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പോമാണ് അല്ലേ. നമ്മൾ റീസെൻ്റ്ലി കുറച്ച് ഇയേഴ്സ് ആയിട്ടാണ് നമ്മൾ ഫെമിനിസം എന്ന് പറഞ്ഞാൽ തിയറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ 18th സെഞ്ച്വറിയിൽ ഇങ്ങനെ ഒരു പോം വരുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് വളരെയധികം പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു തോട്ട് തന്നെയാണിത്. അപ്പോൾ ഈ പോമിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസ് എന്ന് പറയുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റ്, അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, പിന്നെ ഇൻഡിവിജ്വാലിറ്റിയുടെ ഒരു അക്സെപ്റ്റൻസ്, യുണീക്നെസ് ഇൻ എവ്രി വൺ അല്ലേ. നമ്മളെല്ലാവരും യുണീക്കായിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ആ ഒരു യുണീക്നെസ് അക്സെപ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം, അതുപോലെ തന്നെ ഒരു ട്രൂ ലവിനെ പറ്റി, പാർട്ട്ണർഷിപ്പിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ പോമിനകത്ത് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള തീംസ് എന്ന് പറയുന്നത്. ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ. താങ്ക് യു.